ഹായ് ഹലോ വെൽക്കം ബാക്ക്. എന്താണ് എല്ലാവരും വിശേഷം? ഇന്ന് നമ്മൾ കുടുംബശ്രീയുടെ കീഴിൽ വന്നിട്ടുള്ള കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലേക്കും കുടുംബശ്രീയുടെ കീഴിലെ വിവിധ തസ്തികകളിലേക്കായി വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഡീറ്റെയിൽസൊക്കെ അറിയുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. കുടുംബശ്രീയിലോ അതല്ലെങ്കിൽ ബിരുദധാരികളായിട്ടുള്ളവർക്കോ അപേക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ കുടുംബശ്രീ നോട്ടിഫിക്കേഷനാണ്, ജോബ് നോട്ടിഫിക്കേഷനാണ് ഈ കാണുന്നത്. ഇവിടെ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലേക്കായിട്ടും വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഹരിതകർമ്മസേന കോർഡിനേറ്റർ CDS എന്നീ തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. തൃശ്ശൂർ, എറണാകുളം, കോഴിക്കോട്, ആലപ്പുഴ, മലപ്പുറം, കൊല്ലം, വയനാട്, അതുപോലെ ട്രിവാൻഡ്രം, കാസർഗോഡ്, കോട്ടയം, പാലക്കാട്, ഇടുക്കി എന്നീ ജില്ലകളിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത്. അതത് ജില്ലയ്ക്ക് താഴെയായിട്ട് തന്നെ നമ്മൾ അപേക്ഷിക്കേണ്ട അവസാന തീയതിയും സമയവും അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെ അടിയിലായിട്ട് നോട്ടിഫിക്കേഷൻ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ നോട്ടിഫിക്കേഷനാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവർ തന്നിരിക്കുന്ന ആ ഒരു വിജ്ഞാപനം. കുടുംബശ്രീ തൃശ്ശൂർ ജില്ലാ മിഷനിലും എല്ലാ CDSലുമായി ഹരിതകർമ്മസേന പദ്ധതി നിർവഹണത്തിനായി ഹരിതകർമ്മസേന കോഓർഡിനേറ്റർമാരുടെ ഒഴിവിലേക്കായി താഴെ പറയും വിധം അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. വന്നിരിക്കുന്ന വേക്കൻസീസ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഹരിതകർമ്മസേന കോർഡിനേറ്റർ ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ. അപ്പോൾ ബിരുദാനന്തര ബിരുദം, അതായത് PG ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. ഒപ്പം കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം. 2 വർഷത്തെ ഫീൽഡ് വർക്ക് അറിയുന്നവരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഏജ് ലിമിറ്റ് വരുന്നത് 25 മുതൽ 40 വയസ്സ് വരെയാണ്. സാലറി പറയുന്നത് 25,000 രൂപയാണ് മന്ത്ലി പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത് വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് ഹരിതകർമ്മസേന കോർഡിനേറ്റർ CDS ആണ്. അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്കായിട്ട് ബിരുദം, അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി അതല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്കും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. സ്ത്രീകൾക്ക് മാത്രം അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു തൊഴിലവസരമാണ്. 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെ തന്നെയാണ് പ്രായപരിധി വരുന്നത്. 10,000 രൂപയാണ് പ്രതിമാസം ശമ്പളമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു തൃശ്ശൂർ ജില്ലയിലായിട്ട് 86 റൂറൽ CDS ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇത് ഓരോ ജില്ലയിലും വ്യത്യസ്ത CDS എണ്ണം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ജില്ല ഏതാണോ, നിങ്ങൾ അപേക്ഷിക്കുന്ന ജില്ല ഏതാണോ അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആ ഒരു നോട്ടിഫിക്കേഷൻ എടുത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് ഈ ഒരു ഒഴിവുകളിലേക്കായിട്ട് നമ്മൾ അപേക്ഷിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും വന്നിട്ടുള്ള വേക്കൻസികൾ സെയിം തന്നെയാണ്, അതായത് കോർഡിനേറ്റർ അതുപോലെ തന്നെ CDS. ഇപ്പോൾ ഇതിൽ ക്വാളിഫിക്കേഷനും സാലറിയും ഏജ് ലിമിറ്റും എല്ലാം ഒരുപോലെ തന്നെയാണ്. മാറ്റം വരുന്നത് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. അതായത് എല്ലാ ജില്ലകളിലായിട്ട് വന്നിട്ടുള്ള CDS ഓഫീസേഴ്സിൻ്റെ നമ്പേഴ്സിൽ മാത്രമാണ് മാറ്റം വരുന്നത്. എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് നോക്കാം. അപേക്ഷ ഫോം കുടുംബശ്രീ CDS ഓഫീസിൽ നിന്നോ അതല്ലെങ്കിൽ www.kudumbashree.org എന്ന വെബ്സൈറ്റിൽ നിന്നോ ലഭിക്കുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 സെപ്റ്റംബർ 13 വൈകുന്നേരം 5 മണി വരെയാണ്. വൈകി ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പരീക്ഷ ഫീസായിട്ട് 200 രൂപ ഡിമാൻഡ് ഡ്രാഫ്റ്റ് നിങ്ങൾ അതത് ജില്ലയുടെ കുടുംബശ്രീ മിഷൻ മലപ്പുറം ആണെങ്കിൽ മലപ്പുറം, അതല്ല നിങ്ങൾ സെലക്ട് ചെയ്ത ജില്ല ഏതാണോ ആ ജില്ലയുടെ പേരിൽ 200 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അപേക്ഷയുടെ കൂടെ സമർപ്പിക്കേണ്ടതാണ്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഫോട്ടോ അടങ്ങിയ പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും, ഇനി പറയുന്നതിൽ ഏതെങ്കിലും വിഭാഗത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാക്ഷ്യപത്രം, അതായത് അയൽക്കൂട്ട അംഗം, കുടുംബശ്രീ, അതുപോലെ തന്നെ ഓക്സിലറി ഗ്രൂപ്പ് അംഗം, അതുപോലെ തന്നെ SC ST ദാരിദ്ര്യരേഖയിലുള്ള കുടുംബാംഗമാണോ, ഭിന്നശേഷിക്കാർ ഉൾപ്പെട്ടിട്ടുള്ള കുടുംബാംഗമാണോ, ഗൃഹനാഥ വനിതകളായിട്ടുള്ള കുടുംബാംഗമാണോ, അങ്ങനെ ഏതെങ്കിലും കാറ്റഗറിയിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ അത് തെളിയിക്കുന്ന സാക്ഷ്യപത്രവും അപേക്ഷയുടെ കൂടെ സമർപ്പിക്കേണ്ടതാണ്. ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയുടെ കൂടെ സമർപ്പിക്കേണ്ട കാര്യമില്ല. അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് മുകളിലായിട്ട് HKS കോഡ് 2 അല്ലെങ്കിൽ HKS കോഡ് 3 എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓരോ കോഡിലുള്ള തസ്തികൾക്ക് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ അയക്കേണ്ട വിലാസം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജില്ലകളുടെ നോട്ടിഫിക്കേഷനിലായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് ഫോൺ നമ്പർ അടക്കം അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്.
ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ അതത് ജില്ല അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ജില്ല തിരഞ്ഞെടുത്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫോം അവിടെ തന്നെ PDF നൽകിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒരു മോഡൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് പറയുന്നത് 2024 സെപ്റ്റംബർ 13 അപേക്ഷകൾ പരിശോധിച്ച് യോഗ്യരായ വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് ജില്ലാ മിഷൻ ഓഫീസ് പ്രസിദ്ധീകരിക്കുന്ന തീയതി 2024 സെപ്റ്റംബർ 20 എക്സാം വരുന്നത്, റിട്ടേൺ എക്സാം വരുന്നത് സെപ്റ്റംബർ 29, 2024 അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഒക്ടോബർ 7 ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ കുടുംബശ്രീയിൽ ഈ ഒരു നോട്ടിഫിക്കേഷനായിട്ട് കാത്തിരുന്നവർക്കോ അതല്ലെങ്കിൽ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്കോ എത്രയും വേഗം അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അതല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ചോദിക്കാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ മറക്കേണ്ട, ഇതുപോലെയുള്ള ഓൾ കേരള വാക്കൻസീസ്, ഗൾഫ് വാക്കൻസീസ്, ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ്, പാർട്ട് ടൈം, ഫുൾ ടൈം, വർക്ക് അറ്റ് ഹോം ജോബ്സ് അറിയുന്നതിനായി ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.